ഗോകുട്ടൻ്റെ കല്യാണമാണ് കേട്ടോ, തൊട്ടടുത്ത വീട്ടിലാണ്. അപ്പോൾ എന്ന് വിചാരിച്ചാൽ നമ്മുടെ നാട്ടുകാരും അയൽക്കാരും അതുപോലെ തന്നെ ബന്ധുമിത്രാദികളെല്ലാം കൂടിയിട്ട് നമ്മുടെ പാചകക്കാർക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുന്ന കാഴ്ചകളെല്ലാം നിങ്ങൾ കാണുന്നത്. മുൻകാലങ്ങളിലൊക്കെ ഇത് വളരെയധികം, അതായത് നാടൻ സദ്യയെല്ലാം ഒരുക്കുന്നതിന് എല്ലാവരും ചേർന്ന് ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടെല്ലാം ഇങ്ങനെയെല്ലാം ഒരുക്കി കൊടുക്കുക. അപ്പോൾ ഇപ്പം അതൊന്നും വേണ്ട. ഇപ്പം ഈവൻറ്റ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പും അതുപോലെ തന്നെ പല രീതിയിലുള്ള പാചക ടീമെല്ലാം ഉള്ളതുകൊണ്ട് അവർ തന്നെ നേരിട്ട് കാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ട്. ഇലയെല്ലാം പ്രവേട്ടം തുടച്ച് വൃത്തിയാക്കുന്ന കാണാം. ഉച്ചഭക്ഷണത്തിൻ്റെ ആ ഒരു സമയം ആയതുകൊണ്ട് തന്നെ ആ ഉച്ചഭക്ഷണം കഴിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. തലേന്നാൾ ലളിതമായ ഉച്ചഭക്ഷണം കാര്യമെല്ലായിരിക്കും. പിന്നീട് കല്യാണത്തിൽ വന്ന കാര്യമായ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ ഈ ഡ്രസ്സ് കൊണ്ടു കൊടുക്കുന്ന ഒരു ചടങ്ങാണ്. ഇത് പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ കല്യാണത്തിൻ്റെ അന്ന് ചമയിക്കാനായിട്ട് പോവുക, പെണ്ണിനെ ഒരുക്കിയിട്ട് ബന്ധുമിത്രാദികളെല്ലാം കൂടിയിട്ട് റെഡിയാക്കിയിട്ട് ചക്കം വരുമ്പോഴേക്കും എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ടാവും. ഇപ്പം അങ്ങനെയല്ല, ബ്യൂട്ടീഷ്യന്മാരുടെ ഒരു കാലമായതുകൊണ്ട് തന്നെ തലേന്ന് ഡ്രസ്സ് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും ചിന്തിക്കാനില്ല. ചെറുക്കനെത്തുമ്പോഴേക്കും പെണ്ണിനെ ഒരുക്കി നിർത്തിയിട്ടുണ്ടാവും ബ്യൂട്ടീഷ്യന്മാർ. പിന്നെ കുട്ടികളുടെ നൃത്തം, കലാപരിപാടികൾ മുൻകാലങ്ങളിലെ പോലെ നാട്ടുകാർക്കും ആലക്കക്കാർക്കും വീട്ടുകാർക്കൊന്നും പണി കുറവായതുകൊണ്ട് ഇപ്പം ഇങ്ങനൊരു സിസ്റ്റമാണ്. DJ അടിച്ചുപൊളി DJ സ്പീക്കറെല്ലാം വെച്ച് പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, കുടുംബാംഗങ്ങൾ തമ്മിൽ ബന്ധങ്ങൾ പുതുക്കി സൊറ പറയുക, ഇത്തരം കാഴ്ചകളിലാണ് ഇപ്പം കാണാൻ വേണ്ടി പറ്റുന്നത്. അങ്ങനെ ഞങ്ങളും ഒന്ന് അടിച്ചു പൊളിക്കാൻ ശ്രമിച്ച കാഴ്ചകളാണ് നിങ്ങൾ കാണേണ്ടത്. പിന്നെ പണ്ട് കാലങ്ങളിലൊക്കെ ലൈൻ ബസ്, ജീപ്പ് അങ്ങനെയുള്ള വാഹനങ്ങളാണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇന്ന് ഹൈടെക് ബസ്സുകളെല്ലാം കല്യാണത്തിന് വരുന്നത് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ കല്യാണത്തിനായിട്ടുള്ള യാത്ര ആരംഭിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ട്രാവലറിലായിരുന്നു യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ വന്നൊരു മാറ്റം എന്ന് വിചാരിച്ചാൽ വധൂഗൃഹത്തിൽ വെച്ച് നടത്താറുള്ള കല്യാണം ഓഡിറ്റോറിയത്തിലേക്ക് മാറിക്കഴിഞ്ഞു. ഇപ്പോൾ രണ്ട് കൂട്ടർക്കും സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് മണ്ഡപം കണ്ടെത്തി അവിടെ വെച്ചാണ് കല്യാണം ഒട്ടുമിക്കതും നടക്കുന്നത്. അപ്പോൾ ആശംസകൾ നേരുന്നവർ ആ ഒരു സമയം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. തർമ്മല വ്ളോഗറും ആശംസകൾ നേരുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൻ്റെ കല്യാണ ചടങ്ങിൻ്റെ വീഡിയോ ലൈവായിട്ട് ഞങ്ങളുടെ ചാനലിലുണ്ട്. എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക.